സംസ്ഥാനത്തെ സഹകരണ മേഖലയെ പിടിച്ചുകുലുക്കിയ ബാങ്ക് തട്ടിപ്പിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പിനൊരുങ്ങി കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക്. ഈ മാസം 22 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ CPM നേതൃത്വം നൽകുന്ന LDFും BJP നേതൃത്വം നൽകുന്ന NDയും മത്സരരംഗത്ത് ഏറ്റുമുട്ടുമ്പോൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനാണ് കോൺഗ്രസിന്റെയും മുന്നണിയായ UDFന്റെയും തീരുമാനം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ക്രൈംബ്രാഞ്ച് അന്വേഷണങ്ങളും ഹൈക്കോടതിയിൽ കേസും തുടരുന്നതിനിടയിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. വിവാദങ്ങൾക്ക് പിന്നാലെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിക്ക് കീഴിലായിരുന്നു 5 വർഷക്കാലം ബാങ്കിന്റെ പ്രവർത്തനം. തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് കോൺഗ്രസ് നിലപാടെടുത്തതോടെ മത്സരം BJPയും CPMും തമ്മിലായി. 13,000-ഓളം വോട്ടർമാരുള്ള സഹകരണ ബാങ്കിൽ 13 സീറ്റുകളിലേക്ക് മത്സരം നടക്കുമ്പോൾ NDA 11 പേരെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒളിച്ചോടി CPMുമായി അവിശുദ്ധ ബന്ധമുണ്ടാക്കിയെന്നാണ് BJP ആരോപിക്കുന്നത്. വെറും പ്രഹസനം മാത്രമായ ഈ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ തങ്ങൾ മത്സരിക്കാനില്ലെന്നും നാമമാത്രമായ വോട്ടർമാർ മാത്രമാണ് തങ്ങൾക്കുള്ളതെന്നും കോൺഗ്രസ് വിശദീകരിക്കുന്നു. എന്തായാലും സംസ്ഥാനമൊട്ടാകെ ഉറ്റുനോക്കുന്ന വാശിയേറിയ പോരാട്ടമാകും കരുവന്നൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ നടക്കുക. ജനം, തൃശൂർ.